നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സുരാജ് തന്റെ പ്രിയപ്പെട്ട മാർത്തോമ കോളേജിൽ ഒരിക്കൽ കൂടി എത്തി. വലിയ സ്വീകരണമാണ് സുരാജിന് കോളേജിൽ ലഭിച്ചത്. കുട്ടികളെയും അധ്യാപകരെയും നേരിൽ കണ്ട സുരാജ് കോളേജിലെ തന്റെ പ്രിയപ്പെട്ട ഇടങ്ങളും സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട ഓർമ്മകളെയും സമ്മാനിച്ച മാർത്തോമ കോളേജ് ഇന്ന് സ്വരാജിന് അപ്രതീക്ഷിതമായൊരു കണ്ടുമുട്ടലിന്റെ ഇടം കൂടിയായി. 1995 മുതൽ 97 വരെയുള്ള 3 വർഷക്കാലമാണ് സ്വരാജ് മാർത്തോമയിൽ പഠിക്കുന്നത്. അന്നത്തെ സഹപാഠിയായിരുന്നു പ്രിൻസിപ്പൽ കസേരയിലിരുന്ന് സ്വരാജിനെ സ്വീകരിച്ചത്. മാഡമാണ് പ്രിൻസിപ്പൾ എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ്. അവർ ഞങ്ങളുടെ സമകാലികയാണ്, സഹപാഠിയാണ്. പെട്ടെന്ന് പ്രിൻസിപ്പളിൻ്റെ കസേരയിൽ അവരെ കണ്ടപ്പോഴും വലിയ അത്ഭുതമായി. ഞാൻ ആരാണ് പ്രിൻസിപ്പൾ എന്ന് അന്വേഷിച്ചിരുന്നില്ല. താഴെ വന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ടീച്ചറുടെ പേര് പറഞ്ഞെങ്കിലും അവരാണ് ഇവർ എന്നുള്ളതകത്ത് വന്നപ്പോഴാണ് അതൊരു പെട്ടെന്നുള്ളൊരു സർപ്രൈസായി. മാർത്തോമയിൽ നിന്നും 2 തവണ സ്വരാജ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ക്യാമ്പസിലെ വായനാമുറിയും അധ്യാപകരും സൗഹൃദങ്ങളും ഒക്കെയായിരുന്നു സ്വരാജ് എന്ന ജനകീയനെ വളർത്തിയെടുത്തത്. കോളേജിലെ ഓരോ ക്ലാസ് മുറികളും സ്വരാജ് എന്ന വിദ്യാർത്ഥി നേതാവിനെ പ്രിയപ്പെട്ട സംവാദവേദികളായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ക്യാമ്പയിനായിരുന്നു. ഓരോ ദിവസവും ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഓരോ ക്ലാസ്സിലും ഞങ്ങൾ കയറി പ്രസംഗിക്കുമായിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ, ഒരു ഒഴിവുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കയറി പ്രസംഗിക്കും. ഞങ്ങൾക്ക് മറുപടി KSUക്കാർ പ്രസംഗിക്കും, അതിന് മറുപടി ഞങ്ങൾ പ്രസംഗിക്കും. ഭയങ്കര സംവാദാത്മകമായൊരു അന്തരീക്ഷമായിരുന്നു. കലാലയത്തിലെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി മനോഹരം. ക്യാമ്പസിലും മാത്രമല്ലല്ലോ പ്രണയം ഉണ്ടാകുക, അത് നമ്മുടെ തെറ്റായൊരു ധാരണയാണ്. പ്രണയം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അതൊരു വ്യക്തിയോടായാലും പ്രകൃതിയോടായാലും ഒരു വസ്തുവിനോടായാലും ഒക്കെ അതൊരു മനോഭാവമാണ്. അത് ക്യാമ്പസിൽ മാത്രമല്ല, അത് നിങ്ങളുടെ വളരെ തെറ്റായതാണ്. മാധ്യമ സ്ഥാപനങ്ങളിലും ക്യാമ്പസിലും മറ്റേ ലോകത്തിൽ എവിടെയെല്ലാം മനുഷ്യനുണ്ടോ അവിടെയെല്ലാം പ്രണയം ഉണ്ടാകും. അതൊരു ഭാവമാണ്. ക്ലാസ് മുറികളിൽ സ്വരാജിന്റെ പ്രസംഗത്തിനായി കുട്ടികൾ കാത്തിരുന്ന കാലം സഹപാഠികളും ഓർത്തെടുത്തു. അവൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ, ഫസ്റ്റ് ഡേ മുതൽ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ സ്വരാജ് എവിടെയാണോ പ്രസംഗിക്കുന്നത് ആ ക്ലാസ്സിലേക്ക് ഈ ക്യാമ്പസിലെ മൊത്തം ആളുകളും ഈവൻ അധ്യാപകർ പോലും ദൂരെ നിന്നിട്ട് അവർ പ്രസംഗം വീക്ഷിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. തൻ്റെ പഴയ മാർത്തോമയെ ഒരിക്കൽ കൂടി അനുഭവിച്ചതിൻ്റെ നേരത്തെ ചിരി സൂക്ഷിച്ചാണ് സ്വരാജ് തിരിച്ചിറങ്ങിയത്. കൈരളി ന്യൂസ്, നിലമ്പൂർ.